ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ ചായക്കുടി കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റടിക്കാനാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. മുറ്റടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉള്ളും കൂടെ അടിച്ചു വാരിട്ടു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ തുടക്കാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ സിറ്റ് ഔട്ടാണ് കേട്ടോ തുടക്കുന്നത്. ഇപ്പോൾ ചായക്കടി ഉണ്ടാക്കിയതിന് ശേഷം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരി ഇടാൻ വേണ്ടിയിട്ട് അരി നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അരിയെല്ലാം നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഞാൻ കഴുകുന്നത് കാണിച്ചിട്ടില്ല. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ ചുടുവെള്ളം കൊണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മീൻകാരെ കുറേ നേരമായി കാത്ത് നിൽക്കലോടത്തിയിട്ട്. അപ്പോൾ ഇതുവരെയായിട്ട് വന്നിട്ടില്ല കേട്ടോ. 2 വണ്ടി വരുന്നതാണ്, രണ്ടൊന്നും വന്നിട്ടില്ല. ഒരു 11 മണി വരെയൊക്കെ കാത്തു നിന്നു. ലാസ്റ്റ് ഞാനും മോളും പാടെ കൂടിങ്ങാണ്ട് കോട്ടപ്പള്ളയിലേക്ക് പോയി ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വണ്ടിമ്മ പോകുമ്പോഴൊക്കെ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കനൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്തായാലും കടയിൽ പോയി വന്നപ്പോഴത്തേന് നമ്മളുടെ ചോറൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് ഊറ്റിയെടുത്തിട്ട് ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഊറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇത് നമ്മളുടെ ചോറൊക്കെ ഫുള്ളായിട്ട് തന്നെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്നും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കട്ടെ കേട്ടോ. ഇത് വലിയ കഷ്ണങ്ങളായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതാ ചിക്കനൊക്കെ പാകത്ത് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ചിക്കനിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലേക്ക് ഇഞ്ചി, കുറച്ച് വലിയ ജീരകം, പിന്നെ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി, പാകത്തിലുള്ള കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഇടാനുള്ള കറിവേപ്പിലയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ കറിവേപ്പിലിൻ്റെ തൈയുണ്ട്. അപ്പോൾ അതിന്മേന്നാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോഴാണ് കറിവേപ്പിലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മുള്ളൻചക്കൻ്റെ മരം ഉള്ളത് കേട്ടോ. അപ്പോഴാണ് ഞാൻ നോക്കുന്നത് മുള്ളൻ ചക്ക എത്രത്തോളം അയക്കണം എന്നുള്ളത് നോക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് വലുതായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാനിങ്ങനെ തൊട്ട് വെക്കണത് പഴുത്തുക്കണോ എന്നാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഇതിന്മേ വേറെയും കുറേ ഉണ്ട് കേട്ടോ. അതൊന്നും ഇത്ര വലിപ്പമായിട്ടില്ല. ഈ ഒരെണ്ണം മാത്രമേ ഇത്ര വലിപ്പമായിട്ടുള്ളൂ. ഇതൊക്കെ ചെറുതാണ്. പക്ഷേ ഇതിൽ ഒരെണ്ണം പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ കാണുന്നത് പഴുത്തിട്ടുണ്ട്, പക്ഷെ വലിപ്പമില്ല. അപ്പോൾ കറിവേപ്പിലുമായി ഞാൻ പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പഴുത്ത മുള്ളൻചക്ക ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് മുറിച്ച് നോക്കട്ടെ. ഞാൻ കറി വെച്ചിട്ടും അതുപോലെ ഉപ്പേരി വെച്ചിട്ടൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. പഴുത്തിട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചെറുതായിട്ടൊരു മധുരം പുളിയൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിക്കനിലേക്കുള്ള ഉള്ളി തൊലിക്കുകയാണ് കേട്ടോ. അതുപോലെ തക്കാളി, പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴുകിയതിന് ശേഷം ഞാൻ വലിയ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ നുറുക്കുകയാണ്. കട്ടിംഗ് ബോർഡും അല്ലാത്തത് കൊണ്ട് തന്നെ കയ്യുമ്മ ചെറുതായിട്ടൊന്ന് കത്തി തട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി മുഴുവനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ വെക്കൽ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബൾബ് ഫീസായിട്ടുണ്ട്, അതാണ് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബൾബ് അപ്പുറത്തെടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് ചിക്കൻ എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. സ്കൂൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഞാൻ സ്കൂളിലെത്തി കുട്ടികൾ ഒപ്പനയൊക്കെ കളിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു 5 മണിക്കാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ വന്നേക്ക് ചായയും ബേക്കറിയാണ് കേട്ടോ ഒന്ന് കഴിക്കാനുള്ളത്. അപ്പോൾ ഇതെനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാനുള്ളതല്ല കേട്ടോ, വീട്ടിലത്തോൽക്കൊക്കെ പാടെ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്ത് വന്നിരുന്നതാണ്. അപ്പോൾ കുട്ടികൾ സൈക്കിൾ ചവിട്ടുന്നത് കാണുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.